തൃശൂർ കുന്നംകുളത്ത് വൃക്കരോഗിയായ യുവാവിനെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ സ്വന്തം ഭൂമി വിറ്റ സഞ്ജയ് രാജാണ് തട്ടിപ്പിനിരയായത്. ഡയാലിസിസ് അടക്കമുള്ള ചികിത്സാ ചെലവിനായാണ് സഞ്ജയ് ഭൂമി വിൽപ്പന നടത്തിയത്. വിൽപ്പനയുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ച രണ്ടുപേർ ഭൂമി വിറ്റ് എതിർ പാർട്ടിയിൽ നിന്നും പണം കൈപ്പറ്റിയെങ്കിലും കരാർ വ്യവസ്ഥകൾ പാലിക്കാതെ തുച്ഛമായ തുക മാത്രം നൽകി സഞ്ജയെ കബളിപ്പിക്കുകയായിരുന്നു. പ്രതിഫലമായി 40 ലക്ഷത്തിലധികം രൂപയാണ് ഇടനിലക്കാരായ സാജനും ബക്കറും സഞ്ജയ്ക്ക് നൽകാനുള്ളത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ പ്രതിസന്ധിയിലായതോടെ പോലീസിൽ പരാതി നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല എന്ന് സഞ്ജയ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇവരൊരു അങ്ങനെ ഒരു ഭൂമി തട്ടിപ്പിന്റെ ഒരു ലോബിയാണ് ഇവര്. ഈ സ്ഥലം നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് തരം മാറ്റി മണ്ണടിച്ച് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് മേടിക്കുകയായിരുന്നു. ചെക്ക് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെക്ക് മാറാൻ വേണ്ടിയിട്ട് വളാഞ്ചേരി പോയപ്പോൾ അന്ന് ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ക്യാഷായിട്ട് തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നപ്പോൾ 5,80,000 രൂപയാണ് തന്നത്. ബാക്കി പൈസ തന്നിട്ടില്ല. അത് പോലീസിലപ്പോൾ പോലീസിന് ഇത് സിവിൽ കേസായിട്ട് ആണ് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്കിപ്പോൾ സിവിൽ കേസായിട്ട് മുന്നോട്ട് പോകാനും നടക്കാനും, ഞാൻ ഹോസ്പിറ്റലിൽ കിഡ്നി പേഷ്യൻ്റാണ്, ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ ആയിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള ഇതല്ല. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഇത് ഒരു വലിയ തട്ടിപ്പ്, അതും ഈ പറയുന്ന പോലെ തന്നെ ഒരു നിസ്സഹായനായ ഒരാളെ അല്ലെങ്കിൽ ഒരു രോഗിയായ ഒരാളെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി ഒരു ഇടപാടിൽ ഏർപ്പെടുന്നു. അദ്ദേഹത്തെ മൊത്തത്തിൽ തന്നെ വഞ്ചിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടികൾ, അത് പ്രതീക്ഷ നൽകുന്നതാണോ ലെവിൻ? സേതു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളോട് ഈ സംസാരിച്ച സഞ്ജയ് രാജ് എന്ന് പറയുന്ന 44 വയസ്സുകാരൻ കഴിഞ്ഞ 15 വർഷമായി വിവിധ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഇദ്ദേഹത്തിന് 2 തവണ ഹാർട്ട് അറ്റാക്ക് വരികയും പിന്നീട് ആ മരുന്നുകൾ കഴിച്ചതിനെ തുടർന്ന് കിഡ്നി രോഗബാധിതനാകുകയും കിഡ്നി ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക്, കഴിഞ്ഞ 1.5 വർഷമായി ഡയാലിസിസ് ചെയ്തു വരുന്ന അവസ്ഥയിലേക്ക് ആരോഗ്യസ്ഥിതി മാറുകയും ഇതിനിടയിൽ കണ്ണിന് കാഴ്ച പ്രശ്നങ്ങളുണ്ടായി 2 കണ്ണിൻ്റെ കാഴ്ച തകരാറിലാവുകയും ചെയ്ത ആളാണ് ഈ സഞ്ജയ് രാജ് നമ്മളോട് സംസാരിച്ച ആൾ. ഇദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ അസുഖം വന്നതിനെ തുടർന്ന് വിവാഹം കഴിക്കാൻ പോലും സാധിച്ചിട്ടില്ല. സഹോദരങ്ങളുടെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞു വരുന്നത്. ഇതിനിടയിൽ അവർ ബിസിനസ് ചെയ്തു വന്നിരുന്നു. ആ ബിസിനസ്സിൽ രോഗബാധിതനായതിനെ തുടർന്ന് ബിസിനസ്സിൽ നഷ്ടമുണ്ടാകുന്നു, രോഗബാധിതനാകുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്റെ കുടുംബ ഓഹരിയായി ലഭിച്ച 35 സെന്റ് ഭൂമിയിൽ 15 സെന്റ് ഭൂമി വിൽപ്പന നടത്തി ആ പണം കൊണ്ട് ചികിത്സയും മറ്റ് കടബാധ്യതകളും തീർക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ഇതിനായി സുഹൃത്തായിട്ടുള്ള സാജനെ ഭൂമി വിൽപ്പനയ്ക്കായി ചുമതലപ്പെടുത്തുന്നു. സാജൻ മറ്റൊരു ഇടനിലക്കാരനായി നിന്ന് പ്രവർത്തിച്ച ബക്കറിനെ കൂടി കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഭൂമി വിൽക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. ഒരു സെന്റിന് 4 ലക്ഷം രൂപ എന്നുള്ള നിരക്കിലാണ് സഞ്ജയ് രാജിന് ഇവർ ഓഫർ ചെയ്തത്. അടിയന്തര ചികിത്സാ സഹായം എന്നുള്ള നിലയിൽ ഇവർ സഹായിക്കുന്നു എന്നുള്ള നിലയിൽ 10 ലക്ഷം രൂപ ഈ വിൽപ്പനയ്ക്ക് മുന്നോടിയായി ഒരു സെന്റ് ഭൂമിക്ക് നൽകാമെന്നും അറിയിക്കുന്നു. പക്ഷേ ഈ പണമൊന്നും നൽകുന്നില്ല. ഈ ഇടനിലക്കാർ ചേർന്ന് ഈ വസ്തു മലപ്പുറം സ്വദേശിയായിട്ടുള്ള സൂര്യകല എന്ന് പറയുന്ന വനിതയ്ക്ക് വിൽപ്പന നടത്തുന്നു. 15 സെന്റ് വസ്തു വിൽപ്പന നടത്തി സൂര്യകലയിൽ നിന്നും ഈ പണം ഭൂമിയുടെ പ്രതിഫലമായി ലഭിച്ച പണം മുഴുവൻ ബക്കറും സാജനും ചേർന്ന് കൈപ്പറ്റുന്നു. 4.5 ലക്ഷം രൂപ മാത്രം സഞ്ജയ് രാജിന് നൽകുന്നു. കഴിഞ്ഞ 1.5-2 വർഷത്തിനധികമായി ഈ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി, തൻ്റെ ഭൂമി വിറ്റ് നൽകിയ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി സഞ്ജയ് രാജ് ഈ പറയുന്ന സാജനെയും ബക്കറെയും ഒക്കെ സമീപിക്കുന്നു. ഇതിനിടയിൽ അസുഖബാധിതനായി പലവട്ടം ആശുപത്രിയിൽ ഇദ്ദേഹത്തിന് കഴിയേണ്ടി വരുന്നു. ഡയാലിസിസ് ചികിത്സയുടെ ഭാഗമായി ഒരു സാധാരണ രോഗി എന്നുള്ള നിലയിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും വളരെ മാനസികമായും ശാരീരികമായും തളർന്ന ഇദ്ദേഹത്തിന് പരാതിപ്പെട്ട് പോകാനോ അല്ലെങ്കിൽ തുടർ നടപടികൾ അതിന്റെ പുറകെ നിന്ന് നടത്താനോ കഴിയുന്നില്ല. പല ഘട്ടങ്ങളിലായി ആശുപത്രിയിലാകുന്നു. ഈ സമയങ്ങളിലെല്ലാം ഇവർ പണം വേഗത്തിൽ നൽകാമെന്നുള്ള ഉറപ്പ് നൽകി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഏറെ നാളുകൾക്ക് ശേഷം, ആശുപത്രി വാസത്തിന് ശേഷം, കുന്നംകുളം പോലീസിൽ സഞ്ജയ് രാജ് പരാതി നൽകുന്നു. പരാതിയെ തുടർന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല. സാമ്പത്തിക തട്ടിപ്പ് കേസായതിനാൽ തങ്ങൾക്ക് ഇടപെടാനാകില്ല എന്നുള്ള മറുപടിയാണ്
കുന്നംകുളത്തെ പോലീസ് ഇദ്ദേഹത്തിന് നൽകുന്നത്. തുടർന്ന് കുന്നംകുളം ACPയെയും നേരിൽ കാണുന്നു. പക്ഷേ നാളിതുവരെയായും പോലീസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു സമീപനം ഈ പറയുന്ന ചെറുപ്പക്കാരനോട് ഉണ്ടാകുന്നില്ല. വഞ്ചനാപരമായിട്ടുള്ള നടപടികൾ നടന്ന കേസാണ്, സാമ്പത്തിക തട്ടിപ്പ് നടന്നതാണ്, ഗൂഢാലോചന നടന്ന കേസാണ്. പക്ഷേ ഇതിലൊന്നും പരാതി സ്വീകരിച്ച പോലീസിന് കേസെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിന് നൽകുന്നത്. തൃശൂർ ജില്ലാ കളക്ടർക്കടക്കം ഇപ്പോൾ സഞ്ജയ് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഒരു വഞ്ചനയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. രോഗിയായ ഒരു മനുഷ്യൻ തൻ്റെ രോഗം ചികിത്സിക്കാനും ജീവൻ നിലനിർത്താനും പെടാപ്പാട് പെട്ട് ഉള്ള ഭൂമി വിറ്റ് ആ ചികിത്സ നടത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുകയാണ് ഈ ആളുകളുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഏറ്റവും ചുരുങ്ങിയത് സെന്റിന് 4 ലക്ഷം രൂപ വെച്ച് കണക്കാക്കുമ്പോൾ പോലും 60 ലക്ഷം രൂപയിലധികം തുകയുടെ വസ്തു വ്യവഹാരമാണ് നടന്നത്. പക്ഷേ 4.5 ലക്ഷം രൂപ മാത്രം നൽകിക്കൊണ്ട് ഇദ്ദേഹത്തെ കബളിപ്പിക്കുകയാണ്. അത് പരാതി പറയാൻ ചെല്ലുമ്പോൾ പോലീസുകാരോ മറ്റു സംവിധാനങ്ങളോ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നില്ല. ഇപ്പോൾ കുന്നംകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തുകയാണ് കഴിഞ്ഞ 1.5 വർഷമായി സഞ്ജയ് രാജ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം 50,000-അടുത്ത് രൂപ നമുക്ക് ഈ വിഷയത്തിൽ ഈ ഏതെങ്കിലും അധികൃതരെ നമുക്ക് സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു ദുരവസ്ഥ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നമുക്കൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സേതു, നമ്മൾ ഇക്കാര്യം അന്വേഷിച്ചു. പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത്രയധികം നാളായി ഈ പോലീസ് ഈ പറയുന്ന ഇടനിലക്കാരായ ബക്കറിനെയും സാജനെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഈ പണം നൽകണമെന്നുള്ള ഈ വിഷയമടക്കം നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൂടി വെക്കുകയാണ്. ഈ ആരെങ്കിലും വാർത്തകൾ നിശ്ചയമായും കേൾക്കുന്നുണ്ടെന്നറിയാം. ഒരു നടപടി ഉറപ്പായും ഉണ്ടാകണം. ഒരു രോഗിയാണ്, അതും ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്ഥലം വിറ്റ്, അല്ലേ, ഒരാൾ നമ്മുടെ സ്ഥലമാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ വിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും പ്രതിസന്ധിയിലാണെന്നാണ് അതിനർത്ഥം. അങ്ങനെ ഉള്ള സ്ഥലമൊക്കെ വിറ്റുപറക്കി എന്നാൽ ഒന്ന് ആരോഗ്യം ശരിയാക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളിനെ പറ്റിക്കാൻ നടക്കുന്ന വ്യക്തിയുടെ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ പരാതിപ്പെടുമ്പോൾ അതിൽ പോലീസ് കാണിക്കുന്ന അലംഭാവം, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച, അധികൃതർ ഇതിൽ നിശ്ചയമായും ഇടപെടണം. ആ യുവാവിനൊരു നീതി വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെയും ഉത്തരവാദിത്വവുമാണ്.